ബംഗളൂരുവിൽ IT ജീവനക്കാരനായി എത്തി കർഷകനായി മാറിയ മലപ്പുറം എടപ്പാൾ സ്വദേശി ഷിഹാബ് കുഞ്ഞു മുഹമ്മദിൻ്റെ ജീവിത കഥയിലേക്കാണ് ഇനി പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കർണാടക തമിഴ്നാട് അതിർത്തിയായ ഹുസൂരിൽ ഷിഹാബ് ഒരുക്കിയത് ആരും ആഗ്രഹിക്കുന്ന പുതിയൊരു ലോകം. ഈ കാണുന്നത് ഷിഹാബിന്റെ സ്വപ്നഭൂമിയാണ്. ചില്ലുകൂട്ടിലെ IT ജീവിതം ഉപേക്ഷിച്ച് ഷിഹാബ് കൃഷി ആരംഭിച്ചത് 2015-ൽ. കർണാടകയിലെ മലയാളി സുഹൃത്തുക്കളുടെ സഹായത്തോടെ തുടക്കം. തരിശായി കിടന്ന മണ്ണ് വാങ്ങി പൊന്നു വിളയിച്ചെടുത്തു. നാടൻ ചക്കയും കിഴങ്ങും മുതൽ അപൂർവ ഇനം പഴയനങ്ങൾ വരെ, പച്ചക്കറികളും ധാന്യങ്ങളും വേറെ, ആട്, പശു, കോഴി, താറാവ്, അങ്ങനെ എല്ലാം ചേർന്നതാണ് ഷിഹാബിന്റെ ലോകം. നമ്മുടെ 2010 ഒരു മൂവി ഉണ്ടായിരുന്നു, ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ മോഹൻലാലിൻ്റെ. ആ ഒരു മൂവിയുടെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അന്ന് ഡിസൈഡ് ചെയ്തിരുന്നു ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളത് അന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സ്വാഭാവികമായിട്ട് വന്നപ്പോൾ നമുക്കൊരു ഗ്രീനറിക്കുള്ളൊരു സ്കോപ്പ് അവിടെ ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊളീഗായിട്ടുള്ള ബൈജോട്ടൻ എന്നെ വിളിക്കുന്നതും. പിന്നെ ബൈജോട്ടനായിട്ട് നമ്മൾ ജോയിൻ ആയിട്ട് അവിടുന്ന് മുതലേ അതിൻ്റെ ലാൻഡ് സെയിലും റിയൽ എസ്റ്റേറ്റ് സൈഡും മറ്റു കാര്യങ്ങളും ബൈജോട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ, ലാൻഡ്സ്കേപ്പിംഗ് മൊത്തം ഞാനും ചെയ്തോളെ. കൃഷിയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നതിൽ ഷിഹാബ് മാതൃകയാണ്. ഫാം ടൂറിസത്തിന്റെ എല്ലാ ചേരുവകളും ഈ ഭൂമിയിലൊരുക്കി സഞ്ചാരികളെയും നിക്ഷേപകരെയും ആകർഷിച്ചു. അങ്ങനെ 5 ഏക്കറിൽ തുടങ്ങിയ സംരംഭം ഇന്ന് 250 ഏക്കറിൽ എത്തി നിൽക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. എന്നാലും ഷിഹാബ് കുഞ്ഞു മുഹമ്മദിന് ഒരു വലിയ സല്യൂട്ട്. കാരണം IT ഒക്കെ പഠിച്ച ആളുകളൊക്കെ തന്നെ സർക്കാർ ജോലിക്കും സ്വകാര്യ കമ്പനികളുടെ ജോലിക്കുമൊക്കെ കടുത്ത പരിശ്രമം നടത്തുന്ന ഒരു കാലത്ത് കൃഷി എന്ന് പറയുന്ന മഹാത്ഭുതത്തിലേക്ക് മടങ്ങിയ ഷിഹാബ് കുഞ്ഞു മുഹമ്മദ്, താങ്കളൊരു വലിയ മനുഷ്യനാണ്. യു ആർ ഗ്രേറ്റ്.